ബേത്ലഹേം മിനിസ്ട്രീസിന്റെ ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ടിരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് ദൈവ തിരുനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം ദൈവവചനത്തിൻ്റെ സ്വാധീനം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് സ്വാധീനമാണുള്ളത്? ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് ദൈവവചനത്തിൻ്റെ പ്രവൃത്തി? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അതിനാധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദവാക്യം ഞാൻ വായിക്കുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. വായിച്ച വാക്യത്തിലെ ആദ്യത്തെ 2 വാക്കുകളാണ് നമ്മുടെ ചിന്താവിഷയം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. 2, ചൈതന്യമുണ്ട്, പവറുണ്ട്, അഥവാ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുമുണ്ട്. ദൈവത്തിന് ജീവനുള്ളതുപോലെ ദൈവത്തിൻ്റെ വചനത്തിനും ജീവനുണ്ട്. ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക ശേഖരം വാഷിങ്ടൺ DC-യിലുള്ള ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ്. അവിടെ 3 കോടി പുസ്തകങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവിടുത്തെ പുസ്തകങ്ങളുടെ ഷെൽഫെല്ലാം കൂടെ നീളത്തിൽ വെച്ചാൽ 530 മൈൽ നീളം ഉണ്ട് പുസ്തക ശേഖരങ്ങളുടെ ഷെൽഫിന്. ഇത്രയും പുസ്തകങ്ങൾ ഉള്ളതിൽ ജീവനുള്ള പുസ്തകം അതിലേതുണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് ജീവനുള്ള പുസ്തകം. ബൈബിളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ബൈബിളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അവർ പ്രസംഗിക്കാൻ ആധാരമായി ഉപയോഗിക്കുന്ന പുസ്തകം ഏത്? ബൈബിളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളതും വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. കല, ശാസ്ത്രം, സാഹിത്യം എല്ലാ മേഖലകളിലും ജനങ്ങളെ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ അറിയപ്പെട്ടിരുന്നത് ഇരുളടഞ്ഞ ഭൂഖണ്ഡം എന്നായിരുന്നു. ഇരുളടഞ്ഞ ഭൂഖണ്ഡമായിരുന്ന ആഫ്രിക്കയെ വെളിച്ചം വീശിയത് വിശുദ്ധ വേദപുസ്തകമാണ്. ആഫ്രിക്കൻ മിഷണറി ആയിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ വചനം അവരോട് പ്രസംഗിച്ചാണ് ആ ജനതയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ട്: ലോർഡ്, when will thou heal the wounds of Africa? ദൈവമേ, ആഫ്രിക്കയുടെ മുറിവുകളെ അങ്ങെന്ന് കരിക്കും. ആഫ്രിക്കയുടെ മുറിവുകൾ കരിയുവാൻ വിശുദ്ധ വേദപുസ്തകമാണ് പ്രയോജനപ്പെട്ടത്. ആഫ്രിക്ക ഇന്നുള്ളതുപോലെ സംസ്കാരമുള്ള ഒരു രാജ്യമാക്കി തീർത്തത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവവചനത്തിൽ തന്നെയുള്ള ഒരു വാക്യം യെശയ്യാപ്രവചനം 55-ാം അധ്യായം 11-ാം വാക്യമാണ്: എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കൽ വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അഥവാ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പാഴായിപ്പോകുകയില്ല. അത് ഉദ്ദേശിച്ച കാര്യം സാധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യൻ്റെ ആത്മീകവും ശാരീരികവും മാനസികമായ മുറിവുകളെയെല്ലാം കെട്ടുന്നത്, അവരെ ആശ്വസിപ്പിക്കുന്നത്, ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം
ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് ദൈവവചനം ചെയ്യുന്നത് അത് ഇരുളിൽ വെളിച്ചം പകരുന്നതാണ്. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറഞ്ഞാണ്. ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിരുന്നില്ല. പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പാർപ്പിനായിട്ടത്രേ അവൻ അതിനെ നിർമ്മിച്ചത്. ദൈവം പാർപ്പിനായി നിർമ്മിച്ച ഭൂമി പാഴായി പോവുകയായിരുന്നു. ജലപ്രളയത്താൽ പാഴായിപ്പോയ ഭൂമിയെ പുനർസൃഷ്ടിക്കുന്നതാണ് ഉൽപ്പത്തി 1:1 നമ്മൾ വായിക്കുന്നത്. അവിടെ ദൈവം ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ ഇതാണ്: വെളിച്ചമുണ്ടാകട്ടെ. പാഴും ശൂന്യവുമായ ഭൂമിയിൽ ആഴത്തിൻ്റെ മീതെ ഇരുൾ വ്യാപരിച്ച് കിടന്നു എന്നാണ് നാം വായിക്കുന്നത്. പാഴായിപ്പോയ ശൂന്യമായ ഇരുള് മൂടിക്കിടന്ന ഭൂമിയിൽ ദൈവം തൻ്റെ വാക്ക് ഉച്ചരിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അഥവാ ദൈവത്തിൻ്റെ വാക്കുകളുടെ ശക്തി കൊണ്ടാണ് വെളിച്ചമുണ്ടായത്. വചനത്തിൻ്റെ ശക്തിയാണ് നമ്മളവിടെ കാണുന്നത്. പാഴായിപ്പോയ ശൂന്യമായ പോയ ഭൂമിയെ ദൈവം പുനർസൃഷ്ടിക്കുവാൻ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചതെല്ലാം ഉണ്ടായി. പാഴായിപ്പോയ ശൂന്യമായതിനെ ദൈവം പുനർസൃഷ്ടിച്ചിട്ട് പറയുന്നത് നല്ലതായി എന്നാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ പാഴും ശൂന്യവുമായി പോയ ഒരു സൃഷ്ടിയെ അതിൻ്റെ ഉള്ളിൽ വെളിച്ചം വീശി നല്ലതാക്കി തീർക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന ജീവിതങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭൂതകാലം എത്ര പാഴും ശൂന്യവുമായി പോയതാണെങ്കിലും പ്രയോജനരഹിതമായി പോയതാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലുള്ള ഇരുളിനെ മാറ്റി ദൈവിക വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് രൂപാന്തരം വരും. പാഴായിപ്പോയത്, ശൂന്യമായി പോയത്, പ്രയോജനമില്ലാതെ പോയത് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഏത് മനുഷ്യനെയും അവൻ്റെ ഭാവി പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി, സാരമില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിതം പാഴാണല്ലോ, എൻ്റെ ജീവിതത്തിനൊരർത്ഥവുമില്ലല്ലോ, എൻ്റെ ജീവിതം ശൂന്യമായി പോയല്ലോ, പ്രയോജനമില്ലാത്തതായി പോയല്ലോ. ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഇന്ന് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയും. ജീവൻ്റെ വചനം വെളിച്ചമായി നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരികയും പാഴും ശൂന്യമായി പോയ ഭൂമി ഇന്ന് കാണുന്നത് പോലെ മനോഹരമായ ഭൂമിയായി തീർന്നതുപോലെ മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ വചനം ചെയ്യുന്നത് ഇരുളിൽ വെളിച്ചം വീശുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തിന് വ്യക്തികളെ മാത്രമല്ല രൂപപ്പെടുത്താൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിന് ദേശങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഒരു ദേശം എത്ര ഇരുളടഞ്ഞതാണെങ്കിലും, എത്ര അധാർമികത പരന്ന ഒരു ദേശമാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് ആ ദേശത്തെ മാറ്റിയെടുക്കാൻ കഴിയും. ആ ദേശത്തുള്ള ആളുകളെ ദൈവത്തിനെ മാറ്റിമറിക്കുവാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് എഫെസോസ് പട്ടണത്തിൽ വന്നതായ മാറ്റം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് പൗലോസ് എഫെസോസിലേക്ക് പോകുന്ന കാര്യം നമ്മൾ കാണുന്നത്. അവിടെ നാം വായിക്കുന്നത്, പൗലോസ് പറയുന്നത്, എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വലുതും സഫലവുമായ വാതിലെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും വളരെ എളുപ്പമുള്ളൊരു സ്ഥലത്താണ്, പ്രവർത്തനത്തിന് എളുപ്പമുള്ളൊരു സ്ഥലത്താണ് പൗലോസ് ചെന്നതെന്ന്. അല്ല, അങ്ങനെ ആയിരുന്നില്ല. എഫെസോസ് പട്ടണം അന്ന് ലോകത്ത് ഏറ്റവും വലിയ അധാർമികതയുടെ നഗരമായിരുന്നു, മന്ത്രവാദികളുടെ നഗരമായിരുന്നു, മാജിക്കുകാരുടെ നഗരമായിരുന്നു. ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം. ഡയാനാദേവിയുടെ പ്രസിദ്ധമായ ക്ഷേത്രം അവിടെയാണ് നിലകൊണ്ടിരുന്നത്. ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നത് പോലെ ആ ക്ഷേത്രത്തിലും ദേവദാസിമാരുണ്ടായിരുന്നു.
ദേവദാസിമാരുമായിട്ടുള്ള വ്യഭിചാരം ആരാധനയുടെ ഒരു ഭാഗമായി കരുതിയിരുന്ന ഒരു ദുഷിച്ച പട്ടണമായിരുന്നു എഫെസോസ്. എന്നാൽ പൗലോസ് ആ പട്ടണത്തിൽ ചെന്ന് 2 വർഷം വളരെ പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. 2 വർഷം കൊണ്ട് ഈ ദുർമന്ത്രവാദികളുടെ, മാജിക്കുകാരുടെ, അധാർമികത നിറഞ്ഞ പട്ടണത്തിൽ പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചതുകൊണ്ട് ഉണ്ടായ പരിണിത ഫലം അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും അവരുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാൺകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അഥവാ ദൈവത്തിൻ്റെ വചനം പരന്നപ്പോൾ ആരും ബലം പ്രയോഗിച്ചില്ല, ആരും പറഞ്ഞില്ല. അവിടുത്തെ മന്ത്രവാദികൾ, ക്ഷുദ്ര പ്രയോഗികൾ അവരുടെ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ അവർ തന്നെ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. 50,000 വെള്ളിക്കാശിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ $32,000, അഥവാ ഇന്നത്തെ കണക്കിന് 20 ലക്ഷം രൂപ വില വരുന്ന മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങളാണ് അവർ ചുട്ടുകളഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരന്നു കഴിഞ്ഞപ്പോൾ എല്ലാ മന്ത്രവാദികളും രൂപാന്തരപ്പെട്ടു. ആ ദേശത്തെ മന്ത്രവാദ ശക്തികൾ അണഞ്ഞു. മന്ത്രവാദ പുസ്തകങ്ങൾ ചുട്ടുകളഞ്ഞു. എന്താ ഇതിന് പ്രേരിപ്പിച്ചത്? പൗലോസിൻ്റെ പ്രസംഗങ്ങളാണ്, ദൈവവചനമാണ്. എഫെസോസ് പട്ടണത്തിന് വലിയ വ്യത്യാസം വന്നു. അഥവാ ആ ദേശത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തിയെടുത്തത് ദൈവത്തിൻ്റെ വചനമാണ്. വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ദേശങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. മൂന്നാമത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കാണുന്നത് ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലാണ്. അവിടെ ആത്മഹത്യയിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ തിന്മകളിലൊന്ന് ഇവിടുത്തെ ആത്മഹത്യയാണ്. ഇവിടെ ഓരോ മണിക്കൂറിലും ഓരോ മനുഷ്യർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം 24 പേര് കേരളത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. കേരളം അഭിമുഖീകരിക്കുന്ന ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. ആളോഹരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് കേരളീയരാണ്. സാക്ഷരതയിൽ നമ്മൾ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ വിവാഹമോചനത്തിലും നമ്മൾ മുൻപിൽ നിൽക്കുകയാണ്. വാഹന അപകടങ്ങളിൽ കേരളം ഏറ്റവും മുൻപിൽ നിൽക്കുകയാണ്. അതുപോലെയാണ് ആത്മഹത്യ പ്രവണത ഏറ്റവും വർദ്ധിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. എന്താണ് ആത്മഹത്യയ്ക്ക് ഒരു പ്രതിവിധി? ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലേക്ക് ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ വചനത്തിന് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ആളുകളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയും. പൗലോസ് ഫിലിപ്പിയിൽ സുവിശേഷ ഘോഷണത്തിനായിട്ട് ചെല്ലുമ്പോൾ ആദ്യമായി അവിടെ ദൈവവചനം കേട്ടത് ലുദിയായാണ്. അതിനുശേഷം ഒരു വെളിച്ചപ്പാടത്തിയുടെ ദുരാത്മാവിനെ പൗലോസ് ശാസിച്ചത് നിമിത്തം പൗലോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ പൗലോസും ശീലാസും രാത്രിയിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ വേദനകളെ ഓർക്കാതെ, പകൽ അവർക്ക് കൊണ്ട അടി, ഇടി, മർദ്ദനം, ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകളൊന്നും കണക്കാക്കാതെ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ എഴുന്നേറ്റു. അവരെ പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയെന്നാണ് നമുക്ക് കാണുന്നത്. പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയപ്പോൾ കാരാഗ്രഹ പ്രമാണി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കാരാഗ്രഹ പ്രമാണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ കാണുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ജയിൽ തടവുകാരൊക്കെ രക്ഷപ്പെട്ട് കാണുമെന്ന് അദ്ദേഹം വിചാരിച്ച് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നാം കാണുന്നത് കാരാഗ്രഹ പ്രമാണി ഊരിപ്പിടിച്ച വാളുമായി പൗലോസിൻ്റെ മുന്നിൽ ചെല്ലുകയാണ്. ഊരിപ്പിടിച്ച വാള് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുകൊണ്ട്
പൗലോസിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അഥവാ രക്ഷ പ്രാപിപ്പാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആത്മഹത്യയല്ലാതെ ഈ മനുഷ്യൻ്റെ മുൻപിൽ വേറെ ഒരു വഴിയുമില്ല. പൗലോസ് അവനോട് പറഞ്ഞ മറുപടി: നിനക്ക് തന്നെ നീ യാതൊരു ദോഷവും ചെയ്യരുതെന്നാണ്. അപ്പോൾ ആത്മഹത്യയെ നമുക്കിങ്ങനെ നിർവചിക്കാം: ഒരു മനുഷ്യൻ തന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമാണ് ആത്മഹത്യ. പൗലോസ് പറഞ്ഞ നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. അഥവാ ആത്മഹത്യ എന്ന് പറയുന്നത് നീ നിന്നോട് ചെയ്യുന്ന ദോഷമാണ്. ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നവും ആരുടെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആത്മഹത്യ ഭീരുത്വമാണ്, പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ദൈവം തന്ന ജീവിതത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നാണ്. ആത്മഹത്യ ഇന്ത്യയിൽ കുറ്റകരമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ആത്മഹത്യ കുറ്റകരമല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് മനസ്സിലാക്കുക, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല. നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരിക്കാം. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ യാതൊരു വഴിയും കാണുന്നില്ലായിരിക്കാം. പ്രശ്നങ്ങൾ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുകയായിരിക്കാം. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ ജീവിതത്തിനൊരർത്ഥവുമില്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ മരിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല. പൗലോസ് പറയുന്നു, എന്തോ പരിഹാരം? പൗലോസ് അവനോട് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പെട്ടെന്ന് അവൻ കുടുംബാംഗങ്ങളെല്ലാം വരുത്തി. പൗലോസ് അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും ദൈവവചനം പറഞ്ഞു. ദൈവവചനം അവൻ്റെ ഉള്ളിൽ കെട്ടുകഴിഞ്ഞപ്പോൾ ആ വീട് മുഴുവൻ രൂപാന്തരപ്പെട്ടു. ആ രാത്രിയിൽ ആത്മഹത്യ ചെയ്യാനിരുന്ന കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആ രാത്രിയിൽ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് അന്ന് തന്നെ അവർ സ്നാനമേറ്റു. അടുത്ത നമ്മൾ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം: ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടങ്കം ആനന്ദിച്ചു. തിരിച്ചൊന്ന് ചിന്തിക്കണം. അന്ന് രാത്രിയിൽ കാരാഗ്രഹ പ്രമാണി ദൈവവചനം കേട്ടില്ലായിരുന്നെങ്കിൽ, ദൈവവചനം വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? അന്ന് രാത്രി കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ ചെയ്യുമായിരുന്നു. ആ വീടിനെന്തു സംഭവിക്കുമായിരുന്നു? ആ രാത്രിയിൽ വീട് കൂട്ട നിലവിളി ഉയരുമായിരുന്നു. കൂട്ട നിലവിളിയുടെ വീടായി മാറേണ്ട ഒരു വീടടങ്കം ആനന്ദിച്ചു എന്ന് നാം വായിക്കുന്ന പ്രകാരം ആ വീടിൽ സങ്കടത്തിൽ മുങ്ങേണ്ട ആ വീടിനെ ആനന്ദത്തിലാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായതുകൊണ്ട്, ദൈവവചനം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവവചനം ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുത്തതുകൊണ്ട് അവൻ ജീവിതം നശിപ്പിച്ചില്ല. അവൻ ജീവിക്കുവാൻ തീരുമാനിച്ചു. ആ കുടുംബം മുഴുവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, യാതൊരു പരിഹാരവും നിങ്ങളുടെ മുൻപിലില്ലെങ്കിലും, നിങ്ങളെയും നിങ്ങളുടെ വീടിനെയും രക്ഷിക്കുവാൻ യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് സ്വീകരിക്കുക. യേശുവിന് നിങ്ങളുടെ ഭവനത്തെ പണിയുവാൻ കഴിയും. അവിടുന്ന് വ്യക്തികളെ പണിയുന്നു, കുടുംബങ്ങളെ പണിയുന്നു, ദേശങ്ങളെ പണിയുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി വിളിച്ചറിയിക്കുന്ന മറ്റൊരു വേദഭാഗമാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ ദൈവവചനം മനുഷ്യനെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കുന്നു. ആ വാക്യം ഞാൻ വായിക്കുന്നു. എബ്രായർ 2:15: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു.
ദൈവത്തിൻ്റെ വചനം വിടുവിച്ചു. എവിടെ നിന്ന് വിടുവിച്ചു? മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു. മനുഷ്യൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഭീതി വിഷയമാണ് മരണമെന്നുള്ളത്. മരണത്തെ എല്ലാ തലമുറയിലും മനുഷ്യൻ ഭയത്തോടെയാണ് വീക്ഷിക്കുന്നത്. മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം മരണാനന്തരം എന്താണെന്ന് മനുഷ്യൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഒരു ഭക്തൻ വേദപുസ്തകത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? അഥവാ മരിച്ചാൽ എന്ത് സംഭവിക്കും? മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടോ? വേദപുസ്തകമാണ് മരണത്തെ നിർവചിക്കുന്നതും മരണത്തെ ഏറ്റവും ലഘുവായി കാണിക്കുന്നത്. വേദപുസ്തകം മരണത്തിന് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: ദ ബോഡി വിത്തൗട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. മരണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് വേർപെട്ടു പോവുകയാണ്. മനുഷ്യൻ വെറും മാംസപിണ്ഡമല്ല, മനുഷ്യൻ ഒരു ആത്മജീവിയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ വെച്ചിട്ടുണ്ട്. ആത്മാവാണ് ദൈവോന്മുഖമായി ചിന്തിക്കുന്നത്. ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യന് പ്രേരണ നൽകുന്നത് അവൻ്റെ ആത്മാവാണ്. ഒരു മനുഷ്യനിലെ ഏറ്റവും വിലപ്പെട്ടതെന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മരണത്തിൽ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് അവനിൽ നിന്ന് വേർവിട്ട് പോകുന്നു. എവിടേട്ടാണ് പോകുന്നത്? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുണ്ട്, അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടെ അവൻ്റെ ആത്മാവ് നിത്യ നരകത്തിന് യോഗ്യമായിത്തീരുകയാണ്. മരണാനന്തരം ആത്മാവിന് ഒരു ശാന്തിയും വരുത്താൻ കഴിയുകയില്ല. മരണാനന്തരം നടക്കുന്ന യാതൊരു കൂദാശകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഒരു മനുഷ്യൻ്റെ നിത്യതയ്ക്ക് ഭേദം വരുത്താൻ കഴിയുകയില്ല. എന്നാൽ വേദപുസ്തകം മരണത്തെ ഒരു ഭീതി വിഷയമായിട്ടല്ല ചിത്രീകരിക്കുന്നത്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നുവെന്നാണ് നാം വായിക്കുന്നത്. നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. അഥവാ മരണത്തിനപ്പുറം മനുഷ്യന് ദൈവവചനം ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട്. അവിടുത്തെ ശിഷ്യനായിരുന്ന സ്നേഹിതനായിരുന്ന ലാസർ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ദിവസം യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പറയുന്നത്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണെന്ന്. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് യേശു പറയുന്നത് ലാസർ ഉറങ്ങുകയാണ്. ഒരു ഉറക്കമാണ്, നീണ്ട ഒരു ഉറക്കമാണ്. മരണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉറങ്ങുന്നത് പോലെയുള്ള ഒരു ഉറക്കമല്ല. സാധാരണ നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കും. എന്നാൽ മരണം ആര് വിളിച്ചാലും നമ്മൾ എഴുന്നേൽക്കുന്ന ഉറക്കമല്ല, നീണ്ട ഒരു ഉറക്കമാണ്. എന്നാൽ ഉറങ്ങുന്ന മനുഷ്യൻ ഉണരുമെന്ന് നാം അറിയുന്നു. മരണം എന്ന നിദ്രയിൽ ഉറക്കത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴാണ് ഉണരുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതാണ് വേദപുസ്തകം നൽകുന്ന പ്രത്യാശ. യേശു പഠിപ്പിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ പ്രത്യാശ ആണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഉറപ്പ് ലഭിക്കുകയാണ്, നാമും മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മെയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ബൈബിളാണ് പ്രതീക്ഷ നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്. പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിൽ കിടക്കുന്ന യോഹന്നാൻ ഒരു ദിവസം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഭയപ്പെട്ട് മരിച്ചവനെ പോലെ നിലത്ത് വീഴുകയാണ്.
എന്നാൽ യേശുക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് യോഹന്നാനോട് പറയുന്ന വാചകം ഇങ്ങനെയാണ്: യോഹന്നാനെ ഭയപ്പെടണ്ട, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ എന്നേക്കും ജീവിക്കുന്നു. അഥവാ യോഹന്നാനോട് പറഞ്ഞ ഇതാണ്, ഇത്രയേ ഉള്ളൂ മരണം. നീ മരണത്തെ ഭയപ്പെട്ട് കിടക്കുകയാണ്, പക്ഷേ ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ നിൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ ഉറപ്പാണ്, നീ ഒരു ദിവസം മരിക്കും, പക്ഷേ നീ ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് മരണത്തിനപ്പുറം മനുഷ്യന് ഒരാശ നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്. ബൈബിൾ പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ, വേദനയിലായിരിക്കുമ്പോൾ ആശ്വാസം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 4 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ വചനം ഇരുളിൽ വെളിച്ചം പകരുന്നു. ദൈവത്തിൻ്റെ വചനം ദേശങ്ങളെ മാറ്റിമറിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് പോലെ, ദേശങ്ങളെ രൂപപ്പെടുത്തുന്നത് പോലെ കുടുംബങ്ങളെയും രൂപപ്പെടുത്തുന്നു. ആത്മഹത്യയിൽ നിന്നൊരു കുടുംബത്തെ ദൈവത്തിൻ്റെ വചനം രക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മരണഭീതി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നുവെന്ന് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയ്ക്കായിട്ട്, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തരുന്ന സന്തോഷത്തിനായിട്ട്, സമാധാനത്തിനായിട്ടെല്ലാം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരിലും വചനം ശക്തമായി ഇടപെടുമാറാകണമേ. അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കുമാറാകണമേ. പാഴും ശൂന്യവുമായതിനെ ദൈവം നല്ലതാക്കി തീർക്കണമേ. മരണഭയം മാറ്റണമേ. കുടുംബങ്ങളെ വിടുവിക്കുമാറാകണമേ. മഹത്വം അങ്ങെടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.